പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിംഗ് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദാറ്റ്. പലപ്പോഴും നമ്മളിപ്പോൾ നടക്കുന്ന ഒരു കാര്യം നോക്കി വെച്ചാൽ അർഹതയുള്ളവർ അംഗീകാരമില്ല, അംഗീകാരം കിട്ടുന്നവർ വേണ്ട അർഹതയുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരെയും ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തല്ലോ, അപ്പൊ പ്രേക്ഷക മനസ്സുകളിൽ നാഷണൽ അവാർഡ് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് തൊട്ടേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡാണ് അയാൾക്ക് കിട്ടിയത് നമ്മൾ വിചാരിക്കും. അപ്പുറത്ത് നിന്നവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പം ഇത്തവണത്തെ നാഷണൽ അവാർഡ്, എനിക്ക് ഉദ്ദേശിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായി. ഇതിലെ രാഷ്ട്രീയത്തിൽ ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മൾ ഇന്ന് പെട്ടെന്ന് ഇത് വിഞ്ഞാന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അതില് എല്ലാ അവാർഡ്സിന്റെ പുറകിലും പ്രത്യേക അജണ്ടകൾ, എല്ലാ അവാർഡ്സിന്റെ പുറകിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകൻ, സാധാരണ ഒരു പരിചയമില്ലാത്ത ഒരാള് റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ മോനെ പടം കണ്ടു അടി, അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് പടത്തിൽ പ്രേമത്തിൽ തന്നെ അതിനേക്കാൾ വലിയൊരു അവാർഡില്ല. ബാക്കി എന്ത് അവാർഡാണെന്നുണ്ടെങ്കിൽ അത് പ്രഹസനം മാത്രമാണ്, ഇൻക്ലൂഡിംഗ് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് വാട്ട് എവർ ദാറ്റ്. അതിന് ഓക്കെ, അതിലൊരു കളറും ഗ്ലാമറും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനേക്കാൾ വലുതാണ് ജനങ്ങളുടെ വായിൽ നിന്ന് വരുന്ന അഭിപ്രായം. നരേൻ ചേട്ടാ രാജുവേട്ടൻ്റെ അടുത്ത സുഹൃത്താണ് നരേൻ ചേട്ടൻ. ഇപ്പോൾ എല്ലാവരും രാജുവേട്ടൻ നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ രാജുവേട്ടൻ്റെ ഫിലിം ആടുജീവിതമാണ് കൂടുതലായിട്ട് ചർച്ച ആവുന്നത്. നരേൻ ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് പോലും കൊടുത്തിട്ടില്ല. ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു അത്. വലിയ സന്തോഷമുള്ള കാര്യമല്ലായിരുന്നു. അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. കാരണം അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ വിളിച്ചത് പറയാനാണ്. അപ്പോൾ പിന്നീട് ഒരിക്കൽ സംസാരിക്കുന്നതിനെ പറ്റി ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ മാത്രമല്ല, എനിക്ക് തോന്നുന്ന 90s എനിക്ക് ഓർമ്മ ഇപ്പോഴും ചില അവാർഡ്സ് ഒക്കെ നമുക്ക് തോന്നും ഇതിങ്ങനെ ഇയാൾക്ക് കിട്ടി, അല്ലെങ്കിൽ ചിലർ അതൊക്കെ അതിന് വേറെ പല കാര്യങ്ങളും നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കും. അത് ഇറ്റ് ഈസ് ഫോളോയിങ് ഈവൻ നൗ. അത്രയും അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടാ, വളരെ ശക്തമായ നിലപാടാണ് അത് എടുത്തത്. കാരണം ഒരാളുടെ അഭിപ്രായം കളയാനുള്ള അളവ് പോലെ എവിടെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 2, 3, 4 വ്യക്തികൾ ചേർന്ന് തീരുമാനിക്കുന്നതല്ലല്ലോ ഒരാളുടെ. നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, നമ്മളല്ലല്ലോ. നിങ്ങൾ മീഡിയ ആയിട്ടുള്ള നിങ്ങളാണ് അത് ചോദിക്കേണ്ടത്. നിങ്ങൾ അത് ചോദിച്ചിട്ടുള്ള അതിന് ഉത്തരം കണ്ടെത്തണം. പല നിഗമനങ്ങൾ എടുക്കുന്നത് തെറ്റുകളാണ്. ഉറപ്പായിട്ടും എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തന്നെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില പലതിലും സംസാരിച്ച് ഇതിനെ പെർഫോമൻസിന് ഫിലിം ഫെയർ നിങ്ങൾ കാണുന്നൊക്കെ പറഞ്ഞ് ബൊക്കെ വരെ കൈ കിട്ടി. പിന്നെ സോറി നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് കൈ എടുത്തിട്ട് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു. ഇതൊക്കെ പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ